ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. എന്തുകൊണ്ട് നമ്മൾ പത്തനംതിട്ടയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 1-2 തവണ ആയിട്ട് പത്തനംതിട്ടയിൽ നല്ല ടൈറ്റ് മത്സരം വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമതായി, ഞാനൊരു പത്തനംതിട്ടക്കാരനായതുകൊണ്ട് മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് എനിക്ക് പത്തനംതിട്ടയെ കുറച്ചറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഏകദേശം 5 വർഷം മുമ്പ് ഇതേപോലത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അന്ന് നമ്മൾ ഇലക്ഷൻ്റെ ഡീറ്റെയിൽസ്, കഴിഞ്ഞ കാല ഇലക്ഷൻ്റെ ആ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം അനലൈസ് ചെയ്ത് ഈ തവണ അതേ ഫോർമാറ്റാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അടുത്ത നമ്മൾ എന്തുകൊണ്ട് പത്തനംതിട്ടയിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിനെ പറ്റി പറയുവാണെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ സാറിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ കാണാനിടയായി. അദ്ദേഹം പറഞ്ഞ ഇൻട്രോയാണ് പത്തനംതിട്ടയെ പറ്റി പറയാനുള്ള ഈ ടൈറ്റ് മത്സരത്തിനുള്ള ഒരു പ്രധാന കാര്യം. അത് ഞാനിവിടെ പ്ലേ ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. പത്തനംതിട്ടയെ പറ്റി പറയുമ്പോൾ സത്യത്തിൽ പത്തനംതിട്ടക്കാരോട് സഹതാപമാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ആൻ്റണി എന്ന് പറഞ്ഞ ഒരു പുങ്കവനാണ് ആ മണ്ഡലത്തെ പ്രതികരിക്കുന്നത്. ഇദ്ദേഹം പാർലമെൻറ്റിൽ വല്ലതും ചെയ്തിട്ടുണ്ടോ? യാതൊന്നും ചെയ്തിട്ടില്ല. പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അത് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാ പ്രതിപക്ഷ എം പിമാരെയും പുറത്താക്കിയപ്പോൾ ഇദ്ദേഹത്തെ പുറത്താക്കി. അത്രയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായി. അതല്ലാതെ അദ്ദേഹം കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. മണ്ഡലത്തിൽ അദ്ദേഹം എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ചെയ്തു? വളരെ സംശയമാണ്. അദ്ദേഹം അവിടെ എന്ത് കൃഷിയാണ് അല്ലെങ്കിൽ എന്ത് ബിസിനസ്സാണ് ഡൽഹിയിൽ ചെയ്തത് നമുക്ക് ആർക്കും അറിയില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ. ഇതാണ് പത്തനംതിട്ടയിൽ ടൈറ്റ് മത്സരം വരാനുള്ള പ്രധാന കാരണം. പത്തനംതിട്ടയിലെ എം പി തന്നെയാണ്. അത് എം പി വിരുദ്ധ വികാരം പത്തനംതിട്ട മണ്ഡലത്തിൽ 2014 മുതലുണ്ട്, ഈ തവണയുണ്ട്. അപ്പം നമ്മുടെ എം പി ആണ് ആ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന. അതേസമയം UDF-ൽ നിന്ന് ഒരു പുതിയ കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ പത്തനംതിട്ട ലോക്സഭ മണ്ഡലത്തിൽ നിന്ന് 1,00,000 വോട്ടിന് ജയിക്കാനുള്ള ഒരു മണ്ഡലത്തിൽ ഈ ടൈറ്റ് മത്സരം വരാനുള്ള കാര്യമാണ് ജയശങ്കർ സാർ പറഞ്ഞ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചേക്കുന്നത്. അതായത് പത്തനംതിട്ടക്കാരോട് അദ്ദേഹത്തിന് സഹതാപമാണ്. അത് ഒരു കണക്കിന് ശരിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നും. ഒന്ന്, കഴിഞ്ഞ തവണ ഒരു ടൈറ്റ് മത്സരം, അതായത് 2019 ടൈറ്റ് മത്സരം വരാൻ വേറൊരു കാര്യം ശബരിമല ഇഷ്യൂ ആയിരുന്നു. അപ്പം ഈ എം പി വിരുദ്ധ വികാരങ്ങൾ 2014 മുതൽ ഉണ്ടായിട്ടും എങ്ങനെ ആൻ്റണി പത്തനംതിട്ടയെ നിലനിർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആദ്യം നമുക്ക് 2009 ഒന്ന് നോക്കാം. 2009 ആൻ്റണി 51% വോട്ട് ഷെയറുമായിട്ടാണ് ജയിച്ചത്. അന്നേരം എം പി ആദ്യമായിട്ട് മണ്ഡലത്തിലെ ആദ്യത്തെ എം പി. പത്തനംതിട്ട ഒരു പുതിയ ലോക്സഭാ മണ്ഡലമായതുകൊണ്ട് അന്ന് ഏറ്റവും, അതായത് UDF-ൻ്റെ മാക്സിമം വോട്ട് ഷെയർ കിട്ടിയ ആ ഒരു ഇലക്ഷനായിരുന്നു. പക്ഷേ 5 വർഷത്തിന് ശേഷം 2014 വന്നപ്പോൾ മണ്ഡലത്തിൽ ഉടനീളം എം പി വിരുദ്ധ വികാരം ഉണ്ടായെങ്കിൽ പോലും ആ 2014 ആൻ്റണിയെ തുണച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ LDF-ൻ്റെ കാൻഡിഡേറ്റ് 2 ആഴ്ച മുമ്പ് വരെ, അതായത് ഇലക്ഷന് 2 ആഴ്ച മുമ്പ്, 2-3 ആഴ്ച മുമ്പ് വരെ UDF-ൽ നിന്ന് ഒരാളെ നിർത്തിയതാണ് ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ അന്ന് ആൻ്റണിയും ഫിലിപ്പോസ് തോമസുമായിട്ട് ഏകദേശം 50,000 വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്. അതിൽ 2014 ഫിലിപ്പോസ് തോമസിന് ഒരു അപരനുണ്ട്, അദ്ദേഹം 16,000 വോട്ട് നേടി. അപ്പം അത് ചുരുക്കം പറഞ്ഞാൽ അതും ഫിലിപ്പോസ് തോമസിൻ്റെ വോട്ട് തന്നെയാണ്. അപ്പം നിങ്ങൾ ആ ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 40,000 വോട്ടിൻ്റെ മാർജിനായിരുന്നു ആൻ്റണിക്കുള്ളത്. അപ്പം 2014 ചുരുക്കം പറഞ്ഞാൽ ആൻ്റണിക്ക് ഒരു ഭാഗ്യം, അതായത് എം പി വിരുദ്ധ വികാരം മണ്ഡലത്തിലുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യം കൊണ്ട്, അതായത് UDF-ൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ, UDF-ൽ നിന്നുള്ള ഒരാളെ LDF സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം രക്ഷപ്പെട്ടു പോയത് 2014. 2019 എം പി വിരുദ്ധ വികാരം മണ്ഡലത്തിൽ ഉടനീളം, അതായത് 2014-നെക്കാട്ടിൽ കൂടുതലുണ്ടെങ്കിൽ പോലും ആ സമയത്തും എങ്ങനെ ആൻ്റണി മണ്ഡലം നിലനിർത്തി എന്നുള്ളതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ ഒരു തരംഗം
UDF കേരളത്തിൽ മൊത്തത്തിലുണ്ടായിരുന്നു. 2, NDA സ്ഥാനാർത്ഥിയായ K. സുരേന്ദ്രൻ ജയിക്കുമെന്നുള്ള പ്രതീതി NDA കൊണ്ടുവരുമ്പം പോലും അതിനെ കൂടുതലും സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നത് UDF ആണ്. അങ്ങനെ എന്ത് വന്നാലും LDF ജയിക്കത്തില്ല. അപ്പം അതായത് NDA വിരുദ്ധ വോട്ടുകൾ ഏറ്റവും കൂടുതൽ തൻ്റെ കയ്യിലാക്കാൻ ആ സാഹചര്യം ആൻ്റോ ആൻ്റണിയെ സഹായിച്ചു. അങ്ങനെയാണ് പത്തനംതിട്ടയിൽ ആൻ്റോ ആൻ്റണിക്ക് ഭാഗ്യം 2019 കിട്ടിയത്. ഇനി 2024 വരുമ്പോൾ പത്തനംതിട്ടയിൽ UDF ഒരേ ഒരു പോരായ്മയേ ഉള്ളൂ, അത് MB വിരുദ്ധ വികാരം തന്നെയാണ്. അപ്പോൾ ഈ തവണ MB വിരുദ്ധ വികാരം ഇല്ലെങ്കിൽ 2029 ആൻ്റോ ആൻ്റണി തന്നെ പത്തനംതിട്ടയിലെ MB ആയി കാണും. അതാണ് ജയശങ്കർ സാറ് നേരത്തെ പറഞ്ഞത്, പത്തനംതിട്ടയിലെ പ്രബുദ്ധരായ വോട്ടർമാരോട് സഹതാപമാണെന്ന്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ തവണ ആൻ്റോ ആൻ്റണിക്ക് ഒരു MB വിരുദ്ധ വികാരം ഇല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു വികാരം നമ്മുടെ പത്തനംതിട്ട മണ്ഡലത്തിൽ കാണില്ല. കഴിഞ്ഞ 2014-ലും 2019-ലും തൻ്റെ പോരായ്മയെ അദ്ദേഹത്തിൻ്റെ ഭാഗ്യവും രാഷ്ട്രീയ സാഹചര്യവും കൂടെ കൊണ്ട് അദ്ദേഹത്തിന് മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ 2024-ൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. കാണുന്ന എല്ലാം അദ്ദേഹത്തിന് നെഗറ്റീവാണ്. പക്ഷെ വോട്ടെണ്ണുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കുമെന്ന്. പക്ഷെ നമുക്ക് കുറേ ഡേറ്റ, കഴിഞ്ഞ കാലത്തെ ഡേറ്റ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം എവിടെ എന്ത് സാഹചര്യം വന്നാൽ ആൻ്റോ ആൻ്റണി മണ്ഡലം നിലനിർത്തും, ആൻ്റോ ആൻ്റണിയുടെ കയ്യിൽ നിന്ന് മണ്ഡലം പോകാനുള്ള കൈ വിട്ടു പോകണമെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു രാഷ്ട്രീയവും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല, പക്ഷേ നമുക്കൊരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ചർച്ച ചെയ്തേ പറ്റൂ. അതായത് 2024-ൽ കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പ് UDFൽ നിന്ന് LDFിലേക്ക് പോയിട്ടുള്ള ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ്, അതുപോലെ തന്നെ റാന്നി, ഈ 3 സ്ഥലത്തെയും MLAമാരെന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെയാണ്. അപ്പം ഏകദേശം ഒരു 3% വോട്ട് ഷെയർ കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പിനും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ആ വോട്ട് ഷെയറൊക്കെ ഇപ്പം ഈ 2024-ലെ തെരഞ്ഞെടുപ്പിൽ മണി ഗ്രൂപ്പ് LDFിൽ പോകുമ്പോൾ LDFന് കിട്ടുമെന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് മണ്ഡലത്തിലെ ഇത്ര നാളത്തെ ആ പെർഫോമൻസ്, അതായത് ഓരോ പാർട്ടികളുടെയും UDFിൻ്റെയും LDFിൻ്റെയും NDAയുടെയും പെർഫോമൻസ് നമുക്കിവിടെ ഒന്ന് ഗ്രാഫിൽ നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ ചാർട്ടിൽ കാണാവുന്നത് വർഷവും അതേപോലെ തന്നെ വോട്ട് ഷെയറുമാണ് കാണുന്നത്. 2009-ൽ 51% വോട്ട് ഷെയർ ഉള്ള ആൻ്റോ ആൻ്റണി അല്ലെങ്കിൽ UDF അത് ഇറങ്ങി 35%-ലേക്ക് എത്തിയേക്കുവാണ്. അതായത് 2021-ലെ തെരഞ്ഞെടുപ്പിൽ. ഇവിടെ ഞാൻ ലോക്സഭ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും ചേർത്തുള്ളതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ എടുത്തിട്ടില്ല. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ UDF 51-ൽ നിന്ന് ഇങ്ങനെ ഒരു ഇറങ്ങി ഒരു 37 മുതൽ 35 വരെ ഒരു കുറച്ച് നാളായിട്ട് നിൽക്കുകയാണ്. 2019-ൽ ആൻ്റോ ആൻ്റണിക്ക് 37% വോട്ട് ഷെയർ കിട്ടിയെങ്കിൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് പിന്നെ താന്നു. ആ ഒരു 2% താന്നുള്ളൂ. ആ വോട്ട് ഷെയർ താന്നതിനകത്ത് ഞാൻ പറഞ്ഞ കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പിൻ്റെ വോട്ട് ഷെയർ മാറിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? പക്ഷേ ഒരിക്കലും അവർക്ക് 2% വോട്ട് ഷെയറേ ഉള്ളെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൽ കൂടുതൽ കാണും, അല്ലെങ്കിൽ 3 MLAമാർ ഒരിക്കലും വരില്ലല്ലോ. അപ്പം എന്തായാലും UDFിൻ്റെ 2016 മുതൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ 2021 വരെ 35-37ലേക്ക് UDFിൻ്റെ വോട്ട് ഷെയർ ഇറങ്ങിയിട്ടുണ്ട്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ LDF ഈ മണ്ഡലങ്ങളെല്ലാം പത്തനംതിട്ടയിലെ മണ്ഡലങ്ങളിലെല്ലാം ജയിക്കുന്നത് അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് നല്ല ഒരു സ്ഥാനാർത്ഥികളും ഒക്കെ വന്നാണ് ജയിക്കുന്നത്. അപ്പോൾ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് LDF എല്ലാ മണ്ഡലം ജയിക്കുന്നത് കൊണ്ട് അതൊരു LDF മണ്ഡലമായിട്ട് ഞാൻ കരുതുന്നില്ല. പത്തനംതിട്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു UDF മണ്ഡലം തന്നെയാണ്. ഇത് എങ്ങനെ മണ്ഡലം മാറ്റുന്നതെന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. ഇനി അതിനെപ്പറ്റി പറയുന്നില്ല. എന്തായാലും 2016 മുതൽ 2021 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ UDFിൻ്റെ വോട്ട് ഷെയർ 35-37%. ഏറ്റവും കുറഞ്ഞത് ഇപ്പം 35-ൽ വന്ന് നിൽക്കുകയാണ്.
2021. ഓക്കെ, ഇനി നമുക്ക് എൽ ഡി എഫിൻ്റെ പെർഫോമൻസ് ഒന്ന് മണ്ഡലത്തിൽ നോക്കാം. എൽ ഡി എഫിൻ്റെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ് എപ്പോഴും ഒരു 40% എബോവ് വരുന്നത്. ബാക്കിയൊക്കെ 37 വന്നെങ്കിൽ പോലും കഴിഞ്ഞ തവണ, അതായത് വീണ ജോർജ് നിന്നപ്പോൾ മാത്രമാണ് ഏറ്റവും കുറവ് 32.8% വോട്ട് ഷെയർ കിട്ടിയത്. അത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ്. ഇതിൽ കുറച്ച് എൽ ഡി എഫിന് പത്തനംതിട്ട മണ്ഡലത്തിൽ വോട്ട് ഷെയർ കിട്ടാനില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്നാലും എൽ ഡി എഫിന് 32.8 മേളിൽ ഉറപ്പായിട്ട് വോട്ട് ഷെയർ കിട്ടും. അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഒരു 35% താഴെ പോകാൻ ഭയങ്കര പാടാണ്. കാരണം അത്രയും യു ഡി എഫ് ആരും മണ്ഡലത്തിലുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അതായത് ഇവിടെ എങ്ങനെയാണ് സ്വിങ് വരുന്നതെന്നുള്ളതാണ് ഇനി നിങ്ങളോട് ഞാൻ പറയുന്നത്. അപ്പം എൽ ഡി എഫിൻ്റെ വോട്ട് ഷെയർ എപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിങ്ങൾ 2019 ശബരിമല ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഉള്ള വോട്ട് ഷെയർ കുറഞ്ഞെങ്കിൽ പോലും അത് കഴിഞ്ഞുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 43 വന്നിട്ടുണ്ട് പത്തനംതിട്ട മണ്ഡലങ്ങളിൽ. അപ്പം എൽ ഡി എഫിന് എപ്പോഴും ഒരു 32 to 44 ഒരു അത്രയും ഒരു വലിയ സ്വിങ് ഉണ്ട്. മനസ്സിലായില്ലേ? ഒരു 44 വരെ അവർക്ക് വോട്ട് മേടിക്കാൻ പറ്റിയിട്ടുണ്ട്. 32.8 ഏറ്റവും കുറവ്. യു ഡി എഫിനാണെങ്കിൽ 35 മുതൽ 51 വരെ വന്നിട്ടുണ്ട്. 51 ഇനി നമുക്ക് നോക്കാനേ ഇല്ല, കാരണം അതൊക്കെ താന്നിങ്ങി വന്നു. ഇനി അടുത്ത് നമുക്ക് എൻ ഡി എയുടെ പെർഫോമൻസും കൂടെ നോക്കാം. എൻ ഡി എ 7% നിന്ന് 28% വരെ ഉയർന്ന് ഒരു 18 വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ ചാർട്ട് കണ്ടിട്ട് 2016 മുതലുള്ള ഒരു വ്യൂ നോക്കുവാണെങ്കിൽ 18 മുതൽ 19 ആ ഒരു റേഞ്ചാണ് ബേസ് എങ്കിൽ കഴിഞ്ഞ തവണ ശബരിമല ഇഷ്യൂ വന്നപ്പോൾ ഒരു 10%-ഓളം വോട്ട് ഷെയർ കൂട്ടാൻ എൻ ഡി എക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ സ്വിങ് ഏറ്റവും കൂടുതൽ സ്വിങ് വന്നേക്കുന്നത് എൽ ഡി എഫും എൻ ഡി എയുടെയും വോട്ട് ഷെയർ തമ്മിലാണ്. ഞാനിത് 3 ഗ്രാഫും കൂടെ ഒരുമിച്ചിട്ട് നിങ്ങൾ നോക്കാം. 2016 മുന്നോട്ട് നമ്മൾ നോക്കിയാൽ മതി. 2016 എന്ന് പറഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. അന്നേരം നിങ്ങൾ നോക്കുവാണെങ്കിൽ 37% വോട്ട് ഷെയർ എൽ ഡി എഫിനാണ് കിട്ടിയിരിക്കുന്നത്. ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലെല്ലാം കുറച്ച് നാളായിട്ട് ഇപ്പം എൽ ഡി എഫിനാണ് പത്തനംതിട്ടയിൽ മേൽക്കൈ ഉള്ളത്. ഇപ്പോൾ 37% എൽ ഡി എഫ് ആണ്, യു ഡി എഫിന് 35, എൻ ഡി എക്ക് വന്നപ്പം 18. ഓക്കെ, പക്ഷേ അത് 2019 വന്നപ്പോൾ 2019 എൽ ഡി എഫിൻ്റെ വോട്ട് ഷെയർ കുറഞ്ഞ് 32 വന്നപ്പോൾ എൻ ഡി എയുടെ വോട്ട് ഷെയർ 28 ഉയർന്നിട്ടുണ്ട്. അതായത് എൽ ഡി എഫിന് കുറയുന്നു, എൻ ഡി എക്ക് കൂടുന്നു. ഇനി നിങ്ങൾ 2021 നോക്കുവാണെങ്കിൽ എൽ ഡി എഫിൻ്റെ വോട്ട് ഷെയർ കൂടുമ്പോൾ എൻ ഡി എയുടെ വോട്ട് ഷെയർ കുറയുന്നുണ്ട്. മനസ്സിലായില്ലേ? 18. അതായത് സ്വിങ് ഏറ്റവും കൂടുതൽ യു ഡി എഫിൻ്റെ 35% നിൽക്കുമ്പോൾ തന്നെ 35 to 37% യു ഡി എഫിൻ്റെ വോട്ട് ഷെയർ നിൽക്കുമ്പോൾ എൽ ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും വോട്ട് ഷെയറിലാണ് സ്വിങ് ഉള്ളത്. മനസ്സിലായില്ലേ? ആ ഒരു സ്വിങ് ആണ് പത്തനംതിട്ടയിൽ പുതിയ എം പി വേണോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഘടകം. അതായത് 2021 എൽ ഡി എഫിൻ്റെ വോട്ട് ഷെയർ കൂടി 43 വന്നപ്പോൾ എൻ ഡി എയുടെ വോട്ട് ഷെയർ കുറഞ്ഞ് 19% വന്നു. അപ്പോൾ ആ ഒരു സ്വിങ് ആണ് പത്തനംതിട്ടയ്ക്ക് പുതിയ എം പി വേണോ അതോ ആൻ്റണി മതിയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്കൊരു ഫ്യൂച്ചറിൽ ഇപ്പം ഈ ഇലക്ഷനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഈ പ്രാവശ്യം 10.5 ലക്ഷം പേര് വോട്ട് ചെയ്തെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഓക്കെ, 10.5 ലക്ഷം പേര് വോട്ട് ചെയ്തെങ്കിൽ അതിൻ്റെ 98% വോട്ടായിരിക്കും മെയിൻ പാർട്ടികൾക്ക് കിട്ടുന്നത്. ഓക്കെ, അതായത് എൽ ഡി എഫ്, യു ഡി എഫ്, എൻ ഡി എ, ഈ 3 പാർട്ടികൾക്കും കൂടെ 98% ആയിരിക്കും. ഒരു 2% ഈ നോട്ട, ബി എസ് പി, അങ്ങനെ വേറെ അപരനുണ്ട്, അപരൻ. അപ്പം നിങ്ങൾ നോക്കുക, കഴിഞ്ഞ തവണയൊക്കെ പത്തനംതിട്ടയിൽ അപരൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ തവണ അപരനില്ല. പത്തനംതിട്ടയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ അപരൻ, അതായത് 2014 2019 അപരൻ ഉണ്ടായിരുന്നു. 2014 ഏറ്റവും കൂടുതൽ അപരൻ്റെ സാന്നിധ്യം നമ്മൾ അറിഞ്ഞ ഏകദേശം 1.5% വോട്ട് നേടി. അത് ഫിലിപ്പോസ് തോമസിന് ഓട്ടോ ചിഹ്നമായതുകൊണ്ട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ ഈ തവണ അപരൻ ഒന്നും ഇല്ലെങ്കിൽ പോലും
നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ അവരൻ്റെ കൂട്ട് തന്നെ ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് അനിൽ ആൻ്റണിയും ആൻ്റോ ആൻ്റണിയുടെയും പേര് തമ്മിൽ നല്ല സാമ്യമാണ്. എനിക്ക് തോന്നുന്നു അനിൽ ആൻ്റണി 1-ാം നമ്പർ ആണെങ്കിൽ ആൻ്റോ ആൻ്റണി ആയിരിക്കും 2-ാം നമ്പർ. അവിടെ എത്ര വോട്ട് ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പം അത് എത്രത്തോളം സ്വിങ് കിട്ടുമെന്നുള്ളത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അത് ഞാൻ ഒന്ന് ഇതിൻ്റെ ഇടയിൽ ഒന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു സ്വിങ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പ്രൊഡിക്ഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 13 ലക്ഷത്തിന് മേളിൽ വോട്ടേഴ്സിൽ വോട്ട് ചെയ്യാൻ ഏകദേശം 10.5 ലക്ഷം പേര് വോട്ട് ചെയ്തെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. 10.5 ലക്ഷം പേര് ഈ തവണ പത്തനംതിട്ടയിൽ വോട്ട് ചെയ്യാൻ വന്നെങ്കിൽ അതിൻ്റെ 98% വോട്ട് ഷെയർ ഈ 3 പാർട്ടികൾക്കും കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് LDFനും UDFനും NDAക്കും കൂടെ ഒരു 98.3. ഇത് ഞാൻ നേരത്തെ ആവറേജ് എടുത്തിട്ടാണ് ഇട്ടേക്കുന്നത്. ഏകദേശം നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കും. ഒരു 98% വോട്ട് ഈ 3 പാർട്ടികൾക്കും കൂടെ കിട്ടുന്നു. അങ്ങനെ ആകുമ്പോൾ ഈ 3 പാർട്ടികൾക്കും കൂടെ ഏകദേശം 10,32,000 വോട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ ഒരു കണക്കെടുക്കുന്നതെന്ന് പറഞ്ഞാൽ മണ്ഡലത്തിലെ ഏറ്റവും ചെറിയ വോട്ട് ഷെയർ 3 പാർട്ടികളുടെയും കൂടെ ഞാൻ എടുക്കുക. അതായത് UDFന് ഇതുവരെ കിട്ടിയേക്കുന്ന ഏറ്റവും ലോവസ്റ്റ് വോട്ട് ഷെയർ, അതായത് 2016 ശേഷം കിട്ടിയേക്കുന്ന 35%. ആ 35% വോട്ട് ഷെയർ ഞാൻ UDFന് കൊടുക്കുന്നു. LDFന് ഏറ്റവും കുറഞ്ഞ വോട്ട് ഷെയർ കിട്ടിയേക്കുന്നത് 32.8 അത് ഞാനിവിടെ കൊടുത്തു. NDAക്ക് കിട്ടിയേക്കുന്നത് ഒരു 18 to 19 19% കൊടുത്തു. അപ്പം നിങ്ങൾക്ക് കാണാം UDFന് ഏകദേശം 3,61,000 വോട്ടുണ്ട്. LDFന് 3,30,000 വോട്ടുണ്ട്. NDAക്ക് 1,96,000 വോട്ടുണ്ട്. അപ്പം ഇത്രയും വോട്ട് കഴിഞ്ഞാലും കുറച്ച് വോട്ടുകൾ, അതായത് ഏകദേശം ഒരു 11.5% വോട്ട് പിന്നെയും ബാക്കിയുണ്ട്. ഈ 11.5% വോട്ടാണ് പത്തനംതിട്ടയിലെ സ്വിങ്. മനസ്സിലായില്ലേ? ഈ വോട്ട് കഴിഞ്ഞ തവണ നിങ്ങൾ നോക്കുവാണെങ്കിൽ സുരേന്ദ്രനും 3 ലക്ഷത്തോളം വോട്ട് കിട്ടി. അപ്പോൾ അവിടെ 1 ലക്ഷം വോട്ടിൻ്റെ ഗ്യാപ്പ് അവിടെ തന്നെ വന്നു. മനസ്സിലായില്ലേ? ഈ 11.5% ഈ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞതാണ് പത്തനംതിട്ടയിൽ ബേസ് വോട്ട്. അതായത് അത് UDFൻ്റെയും മാറത്തില്ല, LDFൻ്റെയും മാറത്തില്ല. അതായത് പാർട്ടി വോട്ടുകൾ പോലെ തന്നെ ഉള്ളതാണ്. പക്ഷെ മാറി വോട്ട് ചെയ്യുന്ന സ്വിങ് വോട്ടാണ് ഞാൻ ഈ കാണിക്കുന്ന 11.5% പേര്. മനസ്സിലായില്ലേ? ഈ വോട്ട് ചെയ്യുന്ന ഈ 11.5% പേരാണ് പത്തനംതിട്ടയിലെ പുതിയ MP വേണോ പഴയ MP മതിയോ എന്ന് തീരുമാനിക്കുന്നത്. ഈ സ്വിങ് ഏറ്റവും കൂടുതലുള്ളത് കാണാൻ പറ്റുന്നത് NDAയും LDFും തമ്മിലാണ്. UDFൻ്റെ ഈ 35 കയറുന്നുമില്ല, കുറയുന്നില്ല. പക്ഷേ ഈ 11.5%-ൽ ഒരു 2% വോട്ട് ഷെയർ ആൻ്റോ ആൻ്റണിക്ക് പിടിക്കാൻ പറ്റിയാൽ അദ്ദേഹത്തിന് ഈസിയായിട്ട് മണ്ഡലം നിലനിർത്താം. 37ലേക്ക് അദ്ദേഹം ഈസിയായിട്ട് വരും. കഴിഞ്ഞ തവണ ഇതാണ് സംഭവിച്ചത്. 2% ഇതുപോലത്തെ ഈ സ്വിങ് വോട്ടിൽ 2% അദ്ദേഹത്തിന് നേടാൻ പറ്റിയെന്ന് പറഞ്ഞാൽ 20,000 വോട്ടേ ഉള്ളൂ. പക്ഷേ ഈ തവണ കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പ് പുറത്താണ്. അപ്പോൾ ആ വോട്ട് ഷെയർ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അത് ഒരു കണക്കായിട്ട് കിട്ടിയതില്ല. 3 MLAമാരുള്ള മണ്ഡലമാണ്. എത്രത്തോളം പാർട്ടി വോട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഈ 11.5%-ൽ ഒരു 2.5% ആൻ്റോ ആൻ്റണിയെ നേടുവാണെങ്കിൽ തന്നെ 37% വോട്ട് ഷെയറായി. മനസ്സിലായില്ലേ? പിന്നെ ഈ ബാക്കിയുള്ള 9%-ലും തോമസ് ഐസക്കിന് എത്രത്തോളം നേടാൻ പറ്റും, അല്ലെങ്കിൽ അനിൽ ആൻ്റണിയുടെ വോട്ട് ഷെയർ കുറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ 11.5%-ൽ 2% ആൻ്റോ ആൻ്റണി എടുത്താൽ തന്നെ പിന്നെ 9% ഉണ്ട്. ആ 9%-ൽ 4-5% വോട്ട് തോമസ് ഐസക്കിന് നേടാൻ പറ്റിയാൽ ടൈറ്റ് മത്സരം അവിടെ വന്നു. എന്തായാലും സുരേന്ദ്രൻ നേടിയ വോട്ട് അനിൽ ആൻ്റണി നേടുമെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അത് അദ്ദേഹത്തിന് തന്നെ കിട്ടിയത് ഈ ശബരിമല വിഷു എല്ലാം ഉണ്ടായത് കൊണ്ടാണ്. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം. നിങ്ങൾ അപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ നോക്കിക്കോ, ഈ ഞാൻ പറഞ്ഞ ഈ ഡേറ്റയിൽ എത്രത്തോളം, അതായത് ഈ സ്വിങ് എവിടെ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാം. ഈ സ്വിങ് ആണ് പത്തനംതിട്ടയിൽ പുതിയ MP വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പം ഈ അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
താങ്ക്സ് ഫോർ വാച്ചിങ്.